അല്ല ഗ്രേജിത്തെ ഇങ്ങനെ കളിച്ചിരുന്നാ മതിയോ? ഇന്ന് എങ്ങോട്ടാ യാത്ര? ഒന്നുകൊണ്ടും പേടിക്കണ്ട. രാവിലെ 8 മണിയോടുകൂടി പെരുമ്പാവൂർന്ന് തിരിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ കാലടിയിലെത്തുന്നു. അടിവാരം വഴി മലയാറ്റൂര്. വൈകിട്ട് 6 മണിക്ക് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു. കൊള്ളാം, നൈസാണ്. അപ്പൊ ശരി, പോവാം. ഓക്കേ. അപ്പം സ്വാഗതം ഓട്ടോറിക്ഷയിലേക്ക്. ഓട്ടോറിക്ഷ ഇപ്പോൾ പെരുമ്പാവൂരിനടുത്ത് മരോട്ടിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. ഇവിടെ ഒരു കടത്തിണ്ണയിൽ കുറച്ച് ചേട്ടന്മാർ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വർത്താനത്തിലേക്ക് നമുക്കും കൂടി ചേരാം. എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാവരും? ഞങ്ങള് പറഞ്ഞിരിക്കണ ഇലക്ഷന്റെ കേസ്, പിന്നെ യുദ്ധം വരുമോ ഇല്ലയോ, ഇവിടെ ബോംബ് കിട്ടുമോ എന്നൊക്കെയാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം വരുവാണ് ഇങ്ങോട്ട്. യുദ്ധം വന്നാലും പ്രശ്നമില്ല, ബോംബ് ഇടാതിരുന്നാൽ മതി. അതിലും വലിയ ബോംബ് നമ്മളോട് തന്നെ അല്ലേ? അല്ല, ഉണ്ടെന്നുള്ളതല്ല, ഞങ്ങൾക്കും ജീവനിൽ പേടിയുണ്ട്. യുദ്ധം വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ബാധിക്കുമല്ലോ, അതാണ് ഒരു പ്രശ്നം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വട്ടച്ചെലവ് കാര്യങ്ങളും നടക്കണില്ല, പണി കുറവ്, മറ്റൊരു ചെറുതടിക്കാറുന്നു. എന്റെ തൊഴിൽ ഇതൊക്കെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതായത് ഈ വന്നിരിക്കുക, ആരെയിലൊക്കെ പറ്റിച്ച് ചെറുതടിക്കുക, അതാണ് പരിപാടി. ബ്രാൻഡ് ഏതാ? ബ്രാൻഡ് ജവാൻ. ഈ സമയത്ത് ജവാൻ അടിച്ചത് നല്ലതാണ്. രാജസ്നേഹം കുറച്ചധികം. രാജസ്നേഹം ആയിക്കോട്ടെ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ശശി. എനിക്ക് ഇവിടെ മരട്ടിക്കടവ് ചായക്കടയാണ് പണി. ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇത്തവണത്തെ ഇലക്ഷന് എങ്ങനെ ഈ ശബരിമല പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ യുദ്ധം പാകിസ്ഥാനും ഈ ശബരിമല വിഷയം എങ്ങനെയായിരിക്കും നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്? ചേട്ടൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് ബാധിക്കുന്നതായിട്ട് ഇത് ശബരിമല പ്രശ്നം അത് ജാതി രീതിയിലല്ല, എന്നാലും എല്ലാവർക്കും ഈ ശബരിമലയോട് എല്ലാവർക്കും യുവതി പ്രശ്നം കയറി വരുന്ന കാരണം എല്ലാവർക്കും ഒരു വെറുപ്പാണ്. സാധാരണയിൽ ഇരിക്കുമ്പോൾ അങ്ങനെ യുവതികളധികം കയറാറില്ല. പിണറായി സർക്കാർ മുഖേനയാണ് അധികം ഇത് ശക്തിപ്പെടുത്തിയത്. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം കോടതിയുടെ തീരുമാനം ഉണ്ടെങ്കിലും അത് പിണറായി ഗവൺമെൻറ്റാണ് ശബരിമല പ്രശ്നം യുവതികളുടെ കയറാവുന്ന കയറ്റണമെന്ന് വിചാരിച്ച് പുള്ളി അതിന് ശ്രമിക്കുകയും ചെയ്തു. കണ്ടമാനം കാര്യങ്ങൾ നടത്തി. ഒരു സർക്കാർ ഒരു വിധി സുപ്രീം കോടതി അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അത് കേൾക്കേണ്ടതല്ലേ? സർക്കാർ കാര്യം കേൾക്കേണ്ടതാണ്, എന്നാലും ഒരു ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് ഒന്നും പിണറായി തയ്യാറായില്ല. ഇതേ അഭിപ്രായം തന്നെയാണോ കൂട്ടത്തിൽ എല്ലാവർക്കും? അല്ല, എനിക്ക് ഈ ശബരിമല പരിപാടി ഇങ്ങനെ വന്നിപ്പോൾ സ്ത്രീകളെ കയറ്റുന്നത് കൊണ്ട് ഈ തവണത്തെ 3/4 വോട്ടും BJP പിടിക്കാനാണ് സാധ്യത. BJP ഇവിടെ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. BJP കേരളം ഭരിക്കുന്നതാണോ പറയുന്നത്? കേരളം ഭരിക്കുന്നില്ല, 2ാം സ്ഥാനത്തേക്ക് BJP വന്നിരിക്കും. 2ാം സ്ഥാനത്ത് BJP വരും. അപ്പൊ 1ാം സ്ഥാനം ആരായിരിക്കും? 1ാം സ്ഥാനം കോൺഗ്രസ് വന്നിരിക്കും. ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നുള്ളതാണ്. ഈ യുദ്ധം അതിൽ ബാധിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചിന്തിക്കുന്നത്. എത്രത്തോളം അത് ബാധിക്കും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ചിന്തിച്ചൊരു ഉത്തരം കിട്ടിയോ? അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് എങ്ങനെ വരും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചിന്തയ്ക്ക് ഒരു ഉത്തരം എപ്പോഴെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ചേട്ടൻ എന്തോ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട്. പറയാനുള്ള കേസ്, എനിക്ക് ശബരിമല സ്ത്രീ കയറിയാലും കുഴപ്പമില്ല, യുദ്ധം വന്നാലും കുഴപ്പമില്ല. നമുക്കിവിടെ തൊഴിൽ കുറവാണ്. ഞങ്ങൾ അത്യാവശ്യം ബ്രോക്കർ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ പരിപാടിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പം എല്ലാം സാമ്പത്തിക മാന്ദ്യം. നോട്ട് നിരോധിച്ചുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഏറ്റവും പ്രശ്നം റബ്ബറിന് വിലയില്ല. ഞങ്ങൾ ഈ ഗ്രാമം കണ്ടോ, ഇതൊക്കെ റബ്ബറും തോട്ടമുള്ള ഏരിയ. റബ്ബറിന് എന്ത് വിലയുണ്ട്? എല്ലാ കൃഷികളും എല്ലാം തകർന്നുപോയി. സാമ്പത്തിക വ്യവസ്ഥ തകർന്നിരിക്കുകയാണ്. അല്ലാതെ ഈ ഇലക്ഷൻ വന്നുകൊണ്ട് ഇലക്ഷൻ മാതല ഈ നിങ്ങൾ പറഞ്ഞ പോലെ, ഈ ചങ്ങാതി പറഞ്ഞ പോലെ പെണ്ണ് കയറിയാലും ആണ് കയറിയാലും ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ കുടുംബത്തെ അരി മേടിക്കുക, അത് പിള്ളേരെ പഠിപ്പിക്കുക, ആ കാര്യങ്ങളാണ് ഇവിടെ പ്രശ്നം. അപ്പൊ ഈ സാമ്പത്തിക മാന്ദ്യമാണ് ഞങ്ങളുടെ പ്രശ്നം. റബ്ബറിന് വിലയില്ല. റബ്ബറിന് ഇപ്പോൾ പഞ്ചസാരയ്ക്ക് 2 രൂപ കൂട്ടി. എല്ലാ സാധനത്തിനും ഉത്തരേന്ത്യയിലെ കർഷകർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
നമ്മുടെ നാട്ടിലെ ഒരു വികസനവും വന്നില്ല, ഒരു പദ്ധതിയും വന്നിട്ടില്ല. എന്ത് നടന്നു? ഈ 5 വർഷം BJP ഭരിച്ചു. നമുക്ക് എന്ത് പദ്ധതി വന്നു? പുതുതായിട്ട് എന്തെങ്കിലും പദ്ധതി വന്നോ? ഒന്നും വന്നിട്ടില്ല. വല്ലാർപാടം വന്നു എന്ന് പറഞ്ഞു, അത് അവിടെ കിടപ്പുണ്ട്. പിന്നെ അവിടെ എന്താ വിഴിഞ്ഞത്ത് ഒരു കപ്പൽ ശാലയോ അതുകൊണ്ട് വരുമെന്ന് പറഞ്ഞു, വന്നോ? അപ്പം നമുക്ക് നല്ലത് കോൺഗ്രസ് അധികാരത്തിൽ വന്നതാണ്. കേന്ദ്രത്തിൽ കേരളത്തിന് വികസനം വന്നെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പട്ടിണി മാറുക, ഞങ്ങൾക്ക് ഇവിടെ തൊഴിലുണ്ടാവുക, അതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ അതിനു വേണ്ടിയാണ് വോട്ട് ചെയ്യാൻ പോണത്. അതായത് ഇവിടെ ഒരു മാറ്റം വരണം. ഇവിടുത്തെ റബ്ബറിന് അല്ലെങ്കിൽ അതുള്ള കാർഷിക സാധനങ്ങൾക്ക് അത്യാവശ്യം വില കിട്ടണം. ഞങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണം. ഇവിടെ എല്ലാം കേട്ട് ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. എന്താ ചേട്ടൻ എന്താ ഇത്തരം കാര്യങ്ങളോട് എങ്ങനെയാ പറയാനില്ല? നമ്മളൊരു പണിയില്ലാതെ നടക്കുന്ന ഒരാളാണ്, ഒരു പണിയില്ല. പിന്നെ ആര് ഭരിച്ചാലും നമുക്ക് വിരോധമില്ലാത്തൊരു മനുഷ്യനാണ്. കാരണം നമുക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കിട്ടിയിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ നമുക്കതിൽ വിശേഷിച്ചൊന്നും പറയാൻ തന്നെ നമുക്ക് പറ്റില്ല. പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു റബ്ബർ വെട്ടാനൊക്കെ ഉണ്ട്, തോട്ടമുണ്ട്, ഇവിടെ കടയുണ്ട്, അങ്ങനെയൊക്കെ ഒരു സകല മാർഗമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് പുള്ളി. അപ്പം പുള്ളിക്ക് റബ്ബറിന് വിലയുണ്ടെങ്കിൽ പുള്ളിക്ക് റബ്ബർ കടയുണ്ടല്ലോ. അപ്പം അങ്ങനെ ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട കാര്യങ്ങളായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പെരയ്ക്ക് നമ്മൾ ഇത് കൊടുത്തായിരുന്നു, അപേക്ഷ കൊടുത്തായിരുന്നു, അത് പൈസ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അതിലൊന്നും ഒരു പാർട്ടിയും നമുക്ക് മേടിച്ച് തന്നിട്ടില്ല. അത് ഞങ്ങൾ കാശ് കൊടുത്ത് തന്നെ പണി ചെയ്തേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരു പാർട്ടിയും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് തന്നിട്ടില്ല. ഇവിടെ ഒരു ചേട്ടനുണ്ട്, ഒളിഞ്ഞിരിക്കുക. ഞങ്ങളിപ്പോ ഈ സർക്കാർ ഇങ്ങനെ പരിചാരം കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ കുറെ നാളെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. ആരെങ്കിലും വന്നിട്ട് തലയടിച്ച് 4 അടിക്കും, വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ പോയി കിടക്കും. അപ്പൊ വേറൊരു സർക്കാർ മാരി പെറുക്കി ആണെങ്കിൽ ഞങ്ങൾക്ക് തൊഴിൽ കിട്ടും. ഏത് സർക്കാർ വന്നാൽ തൊഴിൽ കൂടുതൽ കിട്ടുന്നതാണ് ചേട്ടൻ വിചാരിക്കുന്നത്? ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഭരിച്ചാൽ അപ്പൊ ഞങ്ങൾക്ക് തൊഴിലുണ്ടാവും. കൂട്ടത്തിൽ കൂടുതൽ കോൺഗ്രസ്സുകാരാണ്. അത് പച്ചക്ക് പറയാൻ മടിയുണ്ടോ? ധൈര്യമായിട്ട് പറഞ്ഞോ. ഒരു പരസ്യമായിട്ട് വേണ്ടി വോട്ട് ചെയ്യാൻ കൂട്ടത്തിലുള്ള ആൾക്കാർ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പരസ്യമായിട്ട് പറയും. അപ്പൊ ഈ ഒരു കൂട്ടം എന്ന് പറയുന്നത് എല്ലാ സംഘടനയുള്ള കൂട്ടാണല്ലേ? ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാ വിഷയങ്ങളും ചർച്ചയാവുന്നുണ്ട്. ഇവരുടെ ചില ജീവന പ്രശ്നങ്ങൾ, ഇവർക്ക് തൊഴിലില്ല, അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന തരത്തിലുള്ള ചില വളരെ ഗൗരവമേറിയ ചർച്ചകളും ഇവിടെ ഇവർക്കിടയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ ചേരിതിരിവോടുകൂടി അവർ മിക്ക സമയങ്ങളിലും ഇത്തരം തർക്കങ്ങളിൽ ഏർപ്പെടുന്നു എന്നാണ് നമ്മുടെ എല്ലാ ചേട്ടന്മാരും പറയുന്നത്. നമുക്ക് അടുത്ത കവലകളിലേക്ക് പോകാം അല്ലേ റേഷല്ലേ? ചേട്ടാ, നമ്മൾ 24 വാർത്താ ചാനലിൽ നിന്ന് വരുക. നമ്മൾ വോട്ടോറിക്ഷ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. നമ്മളിപ്പോൾ ഇലക്ഷനൊക്കെ വരുവാണല്ലോ, അപ്പോൾ നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് അവിടുത്തെ ആളുകളോട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഇലക്ഷൻ്റെ ഒക്കെ ചൂടായോ? നിലവിൽ ആരാ ഇപ്പം പ്രചാരണ പരിപാടികളിൽ മുന്നിട്ട് നിൽക്കുന്നത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രചരണ പരിപാടികളിലും മുന്നിലാണ്. ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള സ്ഥലമാണിത്, ഈ മേഖല അല്ലേ? ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ? അതുകൊണ്ടല്ല, ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ മുൻതൂക്കമുള്ള ഒരു ഏരിയ ആണ്, ഒരു കാർഷിക മേഖലയാണിത്. ഇവിടെ എന്തൊക്കെയാ കൃഷി കൂടുതലായിട്ട്? ഇവിടെ റബ്ബറുണ്ട്, മറ്റെല്ലാ പൈനാപ്പിൾ എല്ലാ കൃഷികളും ഒക്കെ ഉണ്ട്. ആണല്ലേ? പൈനാപ്പിൾ കൃഷിക്കാരനാണ്. കൃഷിയൊക്കെ എങ്ങനെ തോന്നുന്നു? കൃഷി ഈ പ്രാവശ്യം വില വളരെ മോശമായി, ഒരു കുറെ പൈസ പോയി. കാലാവസ്ഥയാണോ പ്രശ്നം അതോ? കാലാവസ്ഥയിലെ വിലയിടിവ്. ഈ വടക്കേ ഇന്ത്യയിൽ തണുപ്പ് കാരണം നമുക്ക് ഇവിടുന്ന് ലോഡ് അങ്ങോട്ട് പോവാതെ വളരെയധികം ഒരു 3-4 ലക്ഷം രൂപയോളം പോയി. ആണല്ലേ? അമിതമായിട്ട് പൈസ, ഇറക്കിയ പൈസ കിട്ടിയില്ല. ഒരു കിലോ 8 രൂപ 9 രൂപ വരെ വന്നു. നമുക്ക് ഒരു ചോട് കൃഷിക്ക് 25 രൂപ 30 രൂപയോളം വില നിൽക്കുന്നതിൽ നമ്മൾ വെട്ടിക്കൊടുക്കുമ്പോൾ നമുക്ക് 10 രൂപ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക്. ഭയങ്കര ദയനീയാവസ്ഥ, വളരെ ദയനീയമാണ് അവസ്ഥ. നമ്മളത് കണ്ടുകൊണ്ടാണല്ലോ വർഷങ്ങൾ ഒരു വയസ്സ് നമ്മൾ തൊഴിലെടുത്ത് കൃഷിയിൽ നമ്മൾ ഒരു വയസ്സാകുമ്പോഴാണ് നമുക്ക് അതിനകത്തുനിന്നുള്ള ബെനിഫിറ്റ് തന്നെ. ആ ഒരു വയസ്സ് നമ്മുടെ കളഞ്ഞിട്ട് നമ്മൾ പൈസ മുടക്കി കഴിയുമ്പോൾ നമ്മൾ മുടക്കി 2 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് 1 ലക്ഷം രൂപ തിരിച്ച് നമുക്ക് നഷ്ടവും വരിക, ഒരു വയസ്സ് നമ്മുടെ പോവുക. ഈ അവസ്ഥയായിപ്പോയി കാർഷികമായി. വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളിലേക്ക് നിലവിൽ ഉള്ള കാര്യം പറഞ്ഞാൽ ഇവിടെ നിലവിൽ റബ്ബറിന് വിലയില്ല.
ജാതിക്കായ്ക്ക് വിലയില്ല, ആകെയുള്ളത് തേങ്ങയാണ്. തേങ്ങ ഇല്ലാതെ തേങ്ങ ഉണ്ടാവണില്ല, കേടാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയ സമ്പ്രദായം. എന്നുവെച്ചാൽ ഏറ്റവും വലിയ കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ ഈ 60 വർഷമായിട്ട് ഈ നാട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 60 വർഷമായിട്ട് ഈ നാട്ടിൽ നടന്നിട്ട് ഏറ്റവും വലിയ ജനദ്രോഹം നടത്തിയേക്കുന്ന സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. നേരത്തെ സംസാരിച്ച ഇടതുപക്ഷക്കാർക്കുള്ള ഒരു മറുപടിയാണ്. ഏറ്റവും വെച്ചാൽ ഒരു ഹിന്ദു സമൂഹത്തോട് ഇത്രയും വലിയ ക്രൂരതയും അകൃഷ്ണതയും കാണിച്ചേക്കുന്ന ഒരു സർക്കാർ പിണറായി വിജയനാണ്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ മോഡി സർക്കാർ ഇവിടെ വന്നിട്ട് ഇപ്പം അടുത്ത ഇലക്ഷൻ വരികയാണ്. അങ്ങേരെ ഇവിടെ വന്നിട്ട് ഈ പാവപ്പെട്ടവരെയൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും മറ്റേ മരുന്നാണെങ്കിലും മറ്റേ ഇതെല്ലാം ഈ അതിനകത്ത് എനിക്ക് പറയാൻ വെച്ചപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വാക്ക് കിട്ടില്ലെന്ന് പറഞ്ഞാണ്. എന്നുവെച്ചാൽ മരുന്നിനും ക്ഷേമനിധി പെൻഷനുകളും എല്ലാം മോദി സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒറിജിനൽ പക്ക BJP കാരനാണ്. വർഗീയത ഇല്ലാത്ത ഒരു കാലം, ഒരു ഭരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഞങ്ങളെല്ലാം വളരെ ഐക്യത്തോടു കൂടി കഴിയുന്ന ആളുകളാണ്. ഇപ്പൊ കുറെ കാലമായിട്ട് ഇങ്ങനെ ഓരോന്നും കേൾക്കണോണ്ട് ഒരു മൊത്തത്തില് മനസ്സിന്റെ ഉള്ളിൽ ഓരോരുത്തർക്കും ഒരു അകൽച്ച സംഭവിച്ചിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞല്ലേ പറഞ്ഞു. അപ്പൊ അതൊന്നും ഈ അകൽച്ചക്ക് ഒരു കാരണം എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കാരണം ഓരോ രാഷ്ട്രീയക്കാരുടെ മുതലെടുപ്പല്ല, അതിനകത്ത് വേറെ ഒന്നും ഇതിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ശബരിമല പോലുള്ള വിഷയങ്ങൾ ആര് മുതലെടുത്തു എന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്? അങ്ങനെ നമുക്ക് ഇത് പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ, നമ്മളൊരു രാഷ്ട്രീയത്തിലും ഇതില്ലാത്ത ആളാണ്. നമ്മളെല്ലാം മൊത്തത്തിൽ സഹകരിച്ച് പോണ ആളാണ്. അപ്പോൾ നമ്മൾ പ്രവാസിയാണ്. ഇപ്പോൾ ഇവിടെ നാട്ടിൽ ലീവിൽ വരുമ്പോൾ ഇവിടെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം പ്രശ്നങ്ങളാണ്. പ്രവാസിയാണോ? പ്രവാസിയായിരുന്നു. പെട്ടും പോലെ ഫർണിച്ചർ ഷോപ്പാണ്. ജോലിയൊക്കെ എങ്ങനെ പോകും? നിങ്ങളുടെ കച്ചവടമൊക്കെ എങ്ങനെ പോകും? വലിയ ഒരു ഇതില്ല. ഇപ്പം എല്ലാ ആൾക്കാരും ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ അങ്ങോട്ട് നീങ്ങുമല്ലേ. ബിസിനസ്സൊക്കെ മൊത്തത്തിലൊരു കുറവാണ്. എന്തായാലും റേച്ചലെ, നമ്മൾ ഈ നാട്ടിൻപുറങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പം കാണുന്ന ഒരു അവസ്ഥ, തിരഞ്ഞെടുപ്പ് ഗോത ചൂട് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിൽ കാണുന്നത്. കാരണം ശബരിമല പോലുള്ള ചില വിഷയങ്ങൾ ആളുകൾ എത്രത്തോളം വൈകാരികമായാണ് എടുക്കുന്നത് എന്ന് കുറച്ചു മുൻപ് നമ്മുടെ ഒരു ചേട്ടന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് ഒരു വൈകാരിക ഒരു പ്രശ്നമായിട്ടാണ് അവരെ പോലുള്ള ആളുകൾ കാണുന്നത്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ഇപ്പോൾ എന്തായാലും ഓട്ടോറിക്ഷ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ കുറച്ച് കോളേജ് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. കാറ്റൊക്കെ കൊണ്ട് എല്ലാരും സുഖിച്ചിരിക്കുകയാണ്. നമ്മുടെ അടിവാരം, മലയാറ്റൂർ പോകുന്ന വഴിക്കുള്ള അടിവാരത്ത് അവരിങ്ങനെ കാറ്റ് കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു പാർക്കാണത്. നിങ്ങൾ എന്താ പഠിക്കുന്നത്? എവിടെയാ പഠിക്കുന്നത്? കൈറ്റ്സിലാണ് പഠിക്കുന്നത്. എന്താ പഠിക്കുന്നത്? കോഴ്സ് ഏതാ? കോഴ്സ് F&B പ്രൊഡക്ഷൻ. ആ കോഴ്സിന്റെ പ്രത്യേകത എന്താ? തൊഴിൽ സാധ്യത എങ്ങനെയാ? തൊഴിൽ സാധ്യത എന്ന് പറയുമ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ്. ഹോട്ടൽ മാനേജ്മെന്റ്. 2 മാസത്തിനിടയ്ക്ക് ഒരു വലിയ സംഭവം നടക്കാൻ പോവുക. ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഈ നാട്ടുകാരുടെ, പ്രത്യേകിച്ച് നിങ്ങൾ യുവാക്കളുടെയൊക്കെ ഒരു പ്രതികരണം തേടിയാണ് ഇപ്പോൾ 24 ഓട്ടോറിക്ഷ എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം. കോളേജിൽ എങ്ങനെ രാഷ്ട്രീയമൊക്കെ ഉണ്ടോ? രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പോൾ ഇലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നോക്കുന്നത് വെച്ചാൽ ദ വയലൻസ് ബിഹൈൻഡ് ദ പൊളിറ്റിക്സ്. ആ ഒരു ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ മോശമായിട്ട് അഭിപ്രായമില്ല. അക്രമ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല. അതൊക്കെയാണ്. ഒരു നേതാവ് എങ്ങനെയാവണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ജനങ്ങൾ അറിയുന്ന ഒരാളായിരിക്കണം.
ജനങ്ങൾക്ക് വേണ്ടി സദാസമയവും ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്നുണ്ടല്ലോ, ഇതൊരു വേറെ മാറ്റങ്ങളൊന്നും അതിനകത്ത് കാണുന്നില്ല. പാർട്ടിയും കൊടികളും മാറുന്നില്ലാണ്ട് വേറെ മാറ്റങ്ങളൊന്നും നമ്മളവിടെ കാണുന്നില്ല. പ്രത്യേകിച്ച് മാറ്റങ്ങൾ നമ്മുടെ വികസനത്തിലാണെങ്കിലും വലിയ രണ്ട് പാർട്ടി വരുമ്പോൾ ഒരേപോലെയാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പം അതിലൊക്കെ വ്യത്യസ്തമായിട്ട് മാറ്റാൻ കഴിവുള്ള ഒരു ഐഡിയൽ നേതാവ് ആരാ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ആരും കാണാൻ പോകത്തില്ല. ഇപ്പൊ നിലവിൽ അങ്ങനെ ആരും ഇല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ മനസ്സിൽ വരുന്നില്ല. അല്ല, ഇപ്പം കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചുറ്റുപാട് നടക്കുന്നുണ്ടല്ലോ, പല ഇപ്പൊ കേരളത്തിലാണെങ്കിലും വിഷയങ്ങൾ. അപ്പൊ അതൊക്കെ ഇപ്പൊ വരുന്ന ലോക്സഭ ഇലക്ഷനെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനെ കുറിച്ച് പറയാൻ നമുക്ക് അറിയില്ല. ഫോട്ടോ ഒക്കെ എടുത്തങ്ങാകെ. എന്താ നിങ്ങളൊരു അഭിപ്രായത്തിൽ ആര് ഇത്തവണ ഭരണത്തിൽ വരുമെന്നാണ് വിചാരിക്കുന്നത്? നിങ്ങൾ യുവാക്കളാണല്ലോ പറയേണ്ടത്, നാളെയുടെ പൗരന്മാരാണല്ലോ. ആർക്ക് വേണേലും പറയാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം ആര് ഭരണത്തിൽ വന്നാലും മര്യാദയ്ക്ക് ഭരിച്ചാൽ മതിയെന്നേ ഉള്ളൂ. ഈ മര്യാദക്കുള്ള ഭരണം എന്നുള്ളതുകൊണ്ട് എന്താണ്? എന്താ പേരെന്താ? എൻ്റെ ഒരു ആൽബിൻ. ആൽബിൻ എന്താ ഉദ്ദേശിക്കുന്നത്? മര്യാദയ്ക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഗുണങ്ങൾ ഉണ്ടാകുന്ന രീതിക്ക് ഭരിക്കാവുള്ളൂ, ഇല്ലാതെ അവരവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഭരിച്ചു പോകരുത്. അത് മാത്രമേ എനിക്ക് പറയാം. ഈ നിലവിലുള്ള ഭരണാധികാരികൾ അങ്ങനെയല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല, ചിലവരൊക്കെ അങ്ങനെയല്ല. ആര് ഈ ചിലവരൊക്കെ നൈസ് പറയാൻ വേണ്ടിട്ടോ? ഇവൻ എന്തെങ്കിലും പറയട്ടെ? എനിക്കൊന്നും അറിയില്ല. നിനക്കോ? ഇല്ല, ഒന്നും പറയില്ല. അല്ല, നിങ്ങളല്ലേ വോട്ട് ചെയ്യില്ലേ? നിങ്ങളെല്ലാരും വോട്ടുണ്ടല്ലോ അല്ലേ? 18 തികഞ്ഞവരല്ലേ? അടിപൊളി. എല്ലാവരും വോട്ട് ചെയ്യുന്ന ഉറപ്പാണല്ലോ അല്ലേ? എന്നാണെങ്കിലും ഇവർക്ക് ചെറിയ പ്രതിഷേധങ്ങളുണ്ട്. മര്യാദക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് കൊടുക്കുമെന്നാണ് ഈ യുവാക്കൾ ഇപ്പോൾ പറയുന്നത്. നല്ല കാഴ്ചപ്പാടുള്ള ഒരു വിദ്യാർത്ഥികൾ തന്നെയാണ്. തൊട്ടപ്പുറത്ത് കുറച്ച് അമ്മച്ചിമാർ അവിടെ എന്തോ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മെഴുകുതിരി വിൽക്കുകയാണെന്ന് തോന്നുന്നു. ഗ്രിജിത അവർ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചിമാരെ, ഇച്ചിരി കാപ്പി ഞാൻ കൂടെ കാണും എടുക്കാൻ. ആകെ നേരം വെളുത്തുണ്ടെങ്കിൽ ആകെ നേരം വെളുത്താ കാക്കിലെ പഞ്ചാര മെഴുകുള്ള കാശ് ഈ ഒരു തിരി വിറ്റാ കിട്ടൂല. ഇവിടെ മെഴുകുതിരി വിൽപ്പന വിൽപ്പന തുടങ്ങിയിട്ട് 10-20 വർഷമായി. പിന്നെ ചേച്ചിമാരെ, നമ്മുടെ ഇപ്പൊ ഇലക്ഷനൊക്കെ വരികയാണല്ലോ, കുറച്ചാളോട് കഴിഞ്ഞ ഇലക്ഷനൊക്കെയാണ്. അപ്പൊ ഇവിടുത്തെ ഒരു രീതികളൊക്കെ എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾക്ക് ഇവിടുത്തെ സർക്കാരൊക്കെ നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടാൻ എൻ്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മക്കളില്ല. ഒരു കെട്ടിയൻ ഇപ്പോൾ കാല് സുഖമല്ലാണ്ട് ആൾ വീട്ടിലിരിപ്പാണ്. പിന്നെ ഞാൻ ഒരാൾ ഇവിടെ വന്ന് ഇത് ഒരു തിരി വിറ്റ് 10 രൂപ കിട്ടിയ 1 കിലോ അരി മേടിക്കുക. പിന്നെ കുടിവെള്ളമില്ല, പുറമ്പോക്കിലെ കിടക്കണേ. പിന്നെ വെട്ടമൊക്കെ ആദ്യം കിട്ടിയേക്കുന്നതാണ്. അങ്ങനെയാണ് എൻ്റെ ജീവിതം കടന്നു പോകുന്നത്. ചേച്ചിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷനും ഇല്ല, ഒന്നുമില്ല. എനിക്ക് പ്രായമായിട്ടില്ല. 2 കൊല്ലം കൂടി കഴിയണം പെൻഷൻ കിട്ടണമെങ്കിൽ. ഇത് അവസ്ഥ തന്നെയാണോ ചേച്ചിക്കും? എനിക്കും ഇങ്ങനെ തന്നെ. എനിക്ക് കെട്ടിയാനില്ല. ഞാൻ ഇതുപോലെ വീണ് കാലൊടിഞ്ഞ് ഇരിക്കുകയാണ്. തണ്ടൽ തേയ്മാനം, ബെൽറ്റ് ഇട്ടേക്കാണ്. ഞാൻ ഇതുപോലെ വന്ന് ഒരു കൂടി തിരി വിറ്റ എനിക്ക് മുറുക്കാൻ മേടിക്കണം, തുണി മേടിക്കണം, ഭക്ഷണം കഴിക്കണം, എല്ലാം മരുന്നും എല്ലാം ഇതിലാണ്. പക്ഷെ ഇന്ന് 10 പൈസയും കിട്ടിയിട്ടില്ല മോനെ. അങ്ങനെയാണ്. കച്ചവടം ഭയങ്കര മോശമായിരുന്നു. ചേച്ചിക്ക് എന്തൊക്കെ പറയാനുള്ളത് പോലെ? എനിക്ക് ഒരു കുടുംബം ഉണ്ടെങ്കിലും ഒരു മകനുണ്ട്. മകൻ ഈ പാർട്ടിയുടെയൊക്കെ ഒരാളാണ്, ആകാൻ പോണു. അപ്പം സോണി എന്നാണ് പേര്. എനിക്കൊരു നെഞ്ചിൽ വേദനയുണ്ട്. ഒരു ആൻജിയോ സ്കാൻ ചെയ്യണം. 2 പെൺപിള്ളേരാണ്. അവർക്ക് ജോലി അങ്ങോട്ട് ആയിട്ടില്ല. ഭർത്താവ് മരിച്ചു പോയി. ആനുകൂല്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെയൊന്നും ആയില്ല. എന്നാലും വല്ലപ്പോഴും ഒരു തിരിവിക്കാനൊക്കെ ഇവിടെ വരും. പള്ളിയിലൊന്നും ഒരാളായിട്ടൊക്കെ. ചേച്ചിക്ക് പെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ല? ഇല്ല, ഒന്നും ആയില്ല. ഭർത്താവ് മരിച്ചിട്ട് 2 വർഷമായുള്ളൂ. ഒരു പെൻഷനായില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന് അഭിപ്രായമുണ്ട്. ഗുളിക കഴിക്കുന്ന ആളാണ്. ശരിക്കും ഇവിടുത്തെ ചേച്ചിമാർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അവർക്ക് നിത്യോപകരണ സാധനങ്ങൾ പോലും വാങ്ങിക്കാനുള്ള പൈസ അവർക്ക് ശരിക്കും ഇവിടുന്ന് കിട്ടുന്നില്ല. ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ശരിക്കും ഇപ്പോഴത്തെ എന്താ പഞ്ചായത്തിൻ്റെ സ്ഥലത്താണ് കിടക്കണേ. യാതൊരു വരുമാനവും ഇല്ല. ഒരു മോനുണ്ട്, അത് കല്യാണം കഴിച്ചു. പിന്നെ എനിക്കുള്ളത് ഈ കാലിൻ്റെ 2 മുട്ടിനും തേയ്മാനമാണ്. നടക്കാൻ വയ്യാതെ ഇരിക്കുന്നത്. 65 വയസ്സായി. അമ്മയ്ക്ക് ഒരു സ്ഥലത്തും പോയി ഒരു പണിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ കിട്ടാനായിട്ട് ചിലപ്പോൾ ഒരു കൂട് വിൽക്കുക, അല്ലെങ്കിൽ 2 കൂട് വിൽക്കുക. അങ്ങനെയൊക്കെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകണം. ദിവസവും വരും. എന്തായാലും ഈ ചേച്ചിമാരുടെ പ്രയാസങ്ങളും കാര്യങ്ങളും എല്ലാം അധികൃതർ കാണുന്നുണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കിനി അങ്ങോട്ടും കൂടെ പോയി നോക്കാം. കാരണം അവിടെ കുറേ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പോവാം.
ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പെരിയാറിന്റെ തീരത്ത് നിരവധി ആളുകളാണ് കുളിക്കുന്നത്. ഞാനും ഒന്ന് വെള്ളത്തിലേക്ക് അലക്കുന്നുണ്ട്. കുറേ ആളുകളുണ്ട്. അതെ, ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടോ, ചേട്ടൻ സുഖല്ലേ? സുഖമാണ്. എവിടെയാ പരിസരത്ത് തന്നെ? 1 കിലോമീറ്റർ അപ്പുറത്താണ്. ഞങ്ങൾ 24 ഒരു ഇലക്ഷന്റെ പരിപാടിയാ. ഇലക്ഷന് മുന്നോടിയായി ഞങ്ങൾ നിങ്ങളൊന്ന് കാണാൻ വന്നു. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണം. ഇവിടെ ഈ വെള്ളപ്പൊക്കമൊക്കെ ഒന്നും ആകെ ഇതായിട്ടിരിക്കല്ലേ ആൾക്കാര്. എവിടം വരെയൊക്കെ വെള്ളം പൊങ്ങിയാട്ടോ? ഇത് മണ്ട വരെ പോയോ? അങ്ങ് മുകളിലേക്ക് റോഡിലേക്ക് കയറിയില്ല. എൻ്റെ ഇപ്പുറത്ത് വരെ നമ്മുടെ വീടിനടുത്തൊക്കെ അല്ലില്ല. എൻ്റെ വീട്ടിൽ വെള്ളം കയറിയില്ല. ഞങ്ങളൊരു 13 വീട്ടുകാർ മാത്രം അവിടെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പോയായിരുന്നു. 100-300 വീടുള്ളത് അവിടെ. ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് പോയായിരുന്നു. ഇവിടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം കയറാത്ത വീട്ടുകാർക്ക് കാശ് കൊടുത്തത്. ഒത്തിരി വീട്ടുകാർക്ക് വെള്ളം കയറാത്ത 47 വീടാ വെള്ളം കയറുള്ളൂ. 135 വീട്ടുകാർക്ക് ഇവിടെ കാശ് കൊടുത്തു. വെള്ളം കയറിയ വീട്ടുകാർക്ക് കൊടുത്തു. അവർക്ക് 10,000 രൂപ വെച്ച് കിട്ടി. മറ്റേ കയറാത്തവർക്കാണ് കൂടുതൽ കാശ് കിട്ടിയത്. 60,000 രൂപ കിട്ടിയ ആൾക്കാരുണ്ട്. ആണോ? അതെങ്ങനെ അവർ ഈ അനർഹത? അത് ഇവിടെ ഈ അംഗൻവാടിയിലത്തെ ആൾക്കാരാണ് വന്ന് ഇതിന്റെ കണക്കൊക്കെ എടുത്തത്. അപ്പൊ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിച്ചിരുന്ന കാര്യം. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റോപ്പിലും എടുത്തായിരുന്നു. പിന്നെ ഇവര് മറ്റേ ഈ അംഗൻവാടിയിലത്തെ ആയമാർ വന്ന് കണക്കെടുത്തു. അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അവരുടെ വീട്ടുകാർക്ക് അങ്ങനെയൊക്കെ ആൾക്കാർക്ക് കൊടുത്തു. ഈ നിലവിലെ അവസ്ഥയിൽ 2 മാസത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ചാലക്കുടി മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ആര് ജയിക്കും? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ടത്. ജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ചേട്ടൻ നല്ല കോൺഗ്രസ്സുകാരനാണ്. കേന്ദ്രത്തിന്റെ ഭരണത്തെ എങ്ങനെയാണ് ചേട്ടൻ വിലയിരുത്തുന്നത്? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതിപ്പോൾ അങ്ങനെയാണ് ഒരു തരികട ഭരണമായിട്ട് പോകണമല്ലാണ് വേറെ ഭരണം. എന്തായാലും ചേട്ടന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പെരിയാർ പർവ്വതനിരയുടെ പനിനീര് എന്നൊക്കെയാണ് കവിഭാവന. എന്നാ ഇപ്പൊ അങ്ങനെയാണോ റേച്ചലേ? ഇപ്പൊ അങ്ങനെയല്ല. കാരണം നല്ല രീതിയിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പുഴ തന്നെയാണ് പെരിയാർ. നമ്മൾ ഈ വരുന്ന വഴിക്ക് നിരവധി ഫാക്ടറികളൊക്കെ കണ്ടു. അതിൽ എല്ലാ വേസ്റ്റുകളും ഈ പെരിയാറിലേക്ക് തന്നെയാണ് ഒഴുക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. എങ്കിലും കേരളത്തിലെ നദികളെ താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ശുദ്ധജലം ഒഴുകുന്നത് പെരിയാറിൽ കൂടി തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. നമ്മുടെ ഓട്ടോറിക്ഷ ഇപ്പോൾ പെരുമ്പാവൂർ വഴി കാലടി വഴി മലയാറ്റു വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരിടത്ത് നമുക്ക് എല്ലാവർക്കും കൂടി വേറൊരു യാത്ര പോവാം. വേറെ ഒരുപാട് ആളുകളെ കാണാം. അപ്പോൾ ബൈ ബൈ. താനേ